ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര നയതന്ത്ര പങ്കാളിത്തം പുരോഗതിയുടെ പുതിയ തലങ്ങളിലേക്ക് പ്രവേശിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. വയനാട് മേപ്പാടിയിൽ തുരങ്കപാതയ്ക്ക് സമീപം വൻ മണ്ണിടിച്ചിൽ, 6 പേരെ മണ്ണിനടിയിൽ നിന്നും രക്ഷപ്പെടുത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. മഹാരാഷ്ട്രയിൽ അതിശക്തമായ മഴ തുടരുന്നു. ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു. വനിതാ മന്ത്രിതല യോഗം നാളെ ആരംഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 9:30 അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയ്ക്കും ഇന്തോനേഷ്യയ്ക്കുമിടയിൽ വളർന്നുവരുന്ന പരസ്പര വിശ്വാസം ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീലസമ്പദ് വ്യവസ്ഥ, തുറമുഖ വികസനം, സമുദ്ര കേന്ദ്രീകൃത വ്യാപാരം എന്നിവയിൽ സഹകരണം ആഴത്തിലാക്കാൻ തീരുമാനിച്ചതായും ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷമുള്ള സംയുക്ത പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിന് ഇരു രാജ്യങ്ങളുടെയും തീരദേശ സേനകൾ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര നയതന്ത്ര പങ്കാളിത്തം പുരോഗതിയുടെ പുതിയ തലങ്ങളിലേക്ക് പ്രവേശിച്ചതായും ശ്രീ മോദി പറഞ്ഞു. हमारे देशों के बीच बढ़ता विश्वास हमारी रक्षा, सुरक्षा और मैरीटाइम सहयोग को मजबूत कर रहा है. आज हमने डिफेंस एक्सचेंज, डिजास्टर मैनेजमेंट और इंडस्ट्रियल सहयोग बढ़ाने पर सहमति बनाई. अब हम दोनों देशों के कोस्ट गार्ड हिंद महासागर में मैरीटाइम सेफ्टी और सिक्योरिटी के लिए मिलकर काम करेंगे. നിർമ്മിത ബുദ്ധി, ടെലികമ്മ്യൂണിക്കേഷൻസ്, ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ മേഖലകളിലെ സാങ്കേതിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് സുപ്രധാന കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. സ്റ്റാർട്ടപ്പ് സഹകരണം കൂടുതൽ ആഴത്തിലാക്കാനും ചർച്ചയിൽ ധാരണയായി. ഇതിന്റെ ഭാഗമായി IIM ബാംഗ്ലൂർ ഇന്തോനേഷ്യയിൽ ക്യാമ്പസ് സ്ഥാപിക്കും. ഇന്ത്യയുടെ ഏകീകൃത പേയ്മെന്റ് ഇന്റർഫേസ് UPI ഇന്തോനേഷ്യയുടെ പേയ്മെന്റ് സംവിധാനവുമായി സംയോജിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രതിരോധം, വ്യാപാരം, ഊർജ്ജം, ഭക്ഷ്യസുരക്ഷ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള കരാറുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ഇന്തോനേഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ബിൻതാങ് ആദിപൂർണ ഓഫ് ദ റിപ്പബ്ലിക് ഓഫ് ഇന്തോനേഷ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. ബഹുമതി ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്തോനേഷ്യൻ പ്രസിഡന്റിനും സർക്കാരിനും അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി. വയനാട് മേപ്പാടിയിൽ തുരങ്കപാതയ്ക്ക് സമീപം വൻ മണ്ണിടിച്ചിൽ. കള്ളാടി മീനാക്ഷി പാലത്തിന് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ മണ്ണിനടിയിൽ കുടുങ്ങിയ 6 പേരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റി. കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. രാവിലെ 11:30ഓടെയാണ് മണ്ണിടിച്ചിലുണ്ടായത്. 30ഓളം തൊഴിലാളികൾ സമീപ പ്രദേശത്തുണ്ടായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം. NDRFന്റെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. വയനാട് മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ ജില്ലയിൽ നിന്നുള്ള മന്ത്രി T സിദ്ദിഖുമായി അടിയന്തര കൂടിക്കാഴ്ച നടത്തി. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. മന്ത്രിമാരായ AP അനിൽകുമാറിനോടും T സിദ്ദിഖിനോടും വയനാട്ടിലേക്ക് തിരിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. വയനാട് ജില്ലാ കളക്ടറുമായും മുഖ്യമന്ത്രി ഫോണിൽ സംസാരിച്ചു. മീനങ്ങാടിയിൽ നിന്നുള്ള NDRF യൂണിറ്റ് ഉടൻ സംഭവസ്ഥലത്തെത്തും. കോഴിക്കോടുള്ള സംഘത്തോടും വയനാട്ടിലെത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അശാസ്ത്രീയമായി മണ്ണ് കൂട്ടിയിട്ടതാണ് അപകടത്തിന് കാരണമായതെന്ന് മന്ത്രി T സിദ്ദിഖ്. കൊങ്കൺ അധികൃതർക്ക് അപകട സാധ്യത സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയെങ്കിലും നടപടികളിൽ പാളിച്ചയുണ്ടായതായി മന്ത്രി പറഞ്ഞു. ഇതിനെ ഗൌരവമായാണ് കാണുന്നതെന്നും പരിശോധനയുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ നാളെ തുടക്കം. 2 ദിവസത്തെ യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. വനിതാ കേന്ദ്രീകൃത വികസനം സംബന്ധിച്ച ചർച്ചകളിൽ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും പങ്കെടുക്കുന്നുണ്ട്. സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരടിന്മേലുള്ള ചർച്ചകളും യോഗത്തിൽ നടക്കും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതിയുടെ 2 ദിവസത്തെ യോഗം കൊച്ചിയിൽ പുരോഗമിക്കുകയാണ്. സ്ത്രീ ശാക്തീകരണം, സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം തുടങ്ങിയവയാണ് ഇന്നലെ ആരംഭിച്ച യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിലെ റബ്ബർ കർഷകർക്കും തോട്ടം മേഖലയ്ക്കും ആശ്വാസം പകർന്ന് റബ്ബർ വില സർവകാല റെക്കോർഡിലേക്ക്. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി ദേവിക S.
സംസ്ഥാനത്തെ റബ്ബർ കർഷകർക്കും തോട്ടം മേഖലയ്ക്കും വൻ ആശ്വാസം പകർന്ന വിപണിയിൽ റബ്ബർ വില സർവകാല റെക്കോർഡുകളിലേക്ക്. ആഗോള വിപണിയിലെ ചലനങ്ങളും ആഭ്യന്തര വിപണിയിലെ റബ്ബർ ദൌർബല്യവും കാരണമാണ് വിലയിൽ വൻ വർധനവുണ്ടായത്. പ്രമുഖ ഗ്രേഡായ RSS 4 റബ്ബറിന്റെ വില കിലോയ്ക്ക് 271 രൂപ എന്നത് ചരിത്രപരമായ നിരക്കിലെത്തി. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കടുത്ത പ്രതിസന്ധിയിലായിരുന്ന കേരളത്തിലെ റബ്ബർ കർഷകർക്ക് വില 280 രൂപയും കടന്ന് മുന്നേറുന്നത് പുതിയ പ്രതീക്ഷയാണ് നൽകുന്നത്. മഹാരാഷ്ട്ര, കർണാടക, ഗുജറാത്ത്, കൊങ്കൺ, ഗോവ എന്നിവിടങ്ങളിൽ കനത്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മഹാരാഷ്ട്രയിലെ തീരദേശ മലയോര മേഖലകളിൽ അതിശക്തമായ മഴയാണ് ഈ ദിവസങ്ങളിൽ അനുഭവപ്പെടുന്നത്. ലോണോവാലയിൽ 600 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി. ഘാട്ട് മേഖലയിലെ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടക്കം അടച്ചിരിക്കുകയാണ്. നാസിക്കിൽ മേഘവിസ്ഫോടനത്തിന് സമാനമായ അതിതീവ്ര മഴയുണ്ടായി. മുംബൈ, താനെ, നവി മുംബൈ, പൂനെ അടക്കമുള്ള സ്ഥലങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. മണ്ണിടിച്ചിൽ തുടർന്ന് ഗതാഗതം നിർത്തിവച്ച മുംബൈ പൂനെ എക്സ്പ്രസ് വേ ഭാഗികമായി തുറന്നിട്ടുണ്ട്. NDRF, SDRF സംഘങ്ങളെ പ്രദേശത്ത് വിന്യസിച്ചു. കേരളത്തിൽ ഇന്ന് വിവിധ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും, കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അമർനാഥ് യാത്രയ്ക്കുള്ള 8815 തീർത്ഥാടകർ അടങ്ങുന്ന 6ാമത്തെ സംഘം ഇന്ന് പുലർച്ചെ ജമ്മുവിലെ ഭഗവതി നഗർ ബേസ് ക്യാമ്പിൽ നിന്ന് യാത്ര തിരിച്ചു. സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ പോലീസ്, CRPF, മറ്റു സുരക്ഷാ ഏജൻസികൾ എന്നിവരുടെ നേതൃത്വത്തിൽ വിപുലമായ ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിൽ സെൻസസ് 2027ന്റെ ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 9:30 അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും. പ്രീ ക്വാർട്ടറിൽ ഇന്ന് നടന്ന മത്സരത്തിൽ അമേരിക്കയെ 1-4 ഗോളുകൾക്ക് തകർത്ത് ബെൽജിയം ക്വാർട്ടറിൽ പ്രവേശിച്ചു. പോർച്ചുഗലിനെ ഏകപക്ഷീയമായ 1 ഗോളിന് തകർത്ത് സ്പെയിനും ക്വാർട്ടറിൽ കടന്നു. പോർച്ചുഗൽ ടൂർണമെന്റിൽ നിന്ന് പുറത്തായതിനു പിന്നാലെ അടുത്ത ലോകകപ്പിൽ കളിക്കില്ലെന്ന് പോർച്ചുഗലിന്റെ ഇതിഹാസ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ പ്രഖ്യാപിച്ചു. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. ഒരു തലമുറയിൽ മുഴുവൻ തരംഗമായി പടർന്ന വിഖ്യാതമായ ആ ഗോളടി ആഘോഷം ഇനി ലോകകപ്പിന്റെ വേദിയിൽ കാണാൻ കഴിയില്ല. ബ്രസീൽ ഫുട്ബോൾ ഇതിഹാസം നെയ്മർക്ക് പിന്നാലെ പകരക്കാരനില്ലാത്ത കാൽപന്ത് രാജാവ് ക്രിസ്ത്യാനോ റൊണാൾഡോയും ബൂട്ടഴിക്കുകയാണ്. 2006 ജർമ്മനിയിൽ തുടങ്ങി 6 ലോകകപ്പുകളിൽ പറങ്കിപ്പടയുടെ നട്ടല്ലായി നിന്ന 7ാം നമ്പർ ജേഴ്സിക്കാരൻ ലോകകപ്പ് കിരീടമെന്ന സ്വപ്നം ബാക്കിവെച്ചാണ് കാൽപന്ത് കളിയുടെ വിശ്വവേദിയിൽ നിന്നും പടിയിറങ്ങുന്നത്. രാജ്യാന്തര ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമായ റൊണാൾഡോ ലോകകപ്പ് വേദികളിലും അവിസ്മരണീയമായ റെക്കോർഡുകൾ സ്ഥാപിച്ചു. തുടർച്ചയായ 6 ലോകകപ്പ് ഗോൾ നേടുന്ന ചരിത്രത്തിലെ ഏക പുരുഷ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 3ാം മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക് ഇംഗ്ലണ്ടിലെ ട്രെന്റ് ബ്രിഡ്ജ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പരമ്പരയിൽ ഇംഗ്ലണ്ട് 1-0 മുന്നിലാണ്. പാക് അധിനിവേശ കശ്മീരിൽ ജനകീയ പ്രതിഷേധം ശക്തം. 48 മണിക്കൂറിനുള്ളിൽ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ജമ്മുകശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി പാകിസ്ഥാൻ സർക്കാരിന് അന്ത്യശാസനം നൽകി. പാക് സേനയുടെ നടപടികൾക്കെതിരെ വിവിധ പ്രദേശങ്ങളിൽ പ്രതിഷേധം ശക്തമായതോടെ വ്യാപക ഷെല്ലാക്രമണവും ഏറ്റുമുട്ടലുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഉപരോധം പിൻവലിക്കുക, ആശയവിനിമയ സേവനങ്ങൾ പുനഃസ്ഥാപിക്കുക, അവശ്യ സാധനങ്ങളുടെ വിതരണം ഉറപ്പാക്കുക, അറസ്റ്റിലായ നേതാക്കളെ മോചിപ്പിക്കുക എന്നിവയാണ് പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ. ഫ്രാൻസിന്റെ തെക്കൻ മേഖലയിൽ കാട്ടുതീയെ തുടർന്ന് 10,000-ലേറെ പേരെ മാറ്റിപ്പാർപ്പിച്ചു. സ്പാനിഷ് അതിർത്തി ഗ്രാമങ്ങളിൽ നിന്നാണ് ആളുകളെ ഒഴിപ്പിച്ചത്. ശക്തമായ കാറ്റിൽ തീ കൂടുതൽ പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട്. അഗ്നിശമന പ്രവർത്തനങ്ങൾക്ക് വേണ്ട സഹായം നൽകുമെന്ന് യൂറോപ്യൻ യൂണിയൻ അറിയിച്ചു. ചൈനയിൽ ശക്തമായ കാറ്റിലും കനത്ത മഴയിലും 10 മരണം, നിരവധി പേരെ കാണാതായി. ശക്തമായ ചുഴലിക്കാറ്റിലും ഇടിമിന്നലിലും ഹുബൈ പ്രവിശ്യയിൽ 8 പേരാണ് മരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര നയതന്ത്ര പങ്കാളിത്തം പുരോഗതിയുടെ പുതിയ തലങ്ങളിലേക്ക് പ്രവേശിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. വയനാട് മേപ്പാടിയിൽ തുരങ്കപാതയ്ക്ക് സമീപം വൻ മണ്ണിടിച്ചിൽ, 6 പേരെ മണ്ണിനടിയിൽ നിന്നും രക്ഷപ്പെടുത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. മഹാരാഷ്ട്രയിൽ അതിശക്തമായ മഴ തുടരുന്നു. ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു. വനിതാ മന്ത്രിതല യോഗം നാളെ ആരംഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 9:30 അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.